BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കാലങ്ങളുടെ മുറവിളികൾക്കൊടുവിൽ ചാലക്കുടിയാറുമായി ബന്ധപ്പെട്ട പാറക്കടവ് പഞ്ചായത്തിലെ എളവൂർ പാലപ്പുഴ പാലം PMG പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിക്കുന്നതിന് മുന്നോടിയായി സാധ്യതാ പഠനം നടത്തുന്നതിന് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥല പരിശോധന നടത്തി. പാലം യാഥാർത്ഥ്യമായാൽ നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് ഗുരുവായൂർ, ചാവക്കാട്, മാള, അന്നനട, കൊടുങ്ങല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സഹായകമാകും. കൊടുങ്ങല്ലൂർ, ചാലക്കുടി, അങ്കമാലി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കാനും കൊച്ചി രാജപാത പ്രയോജനപ്പെടുത്തി എറണാകുളം പ്രദേശത്ത് നിന്ന് വരുന്നവർക്ക് മാള, കൊടുങ്ങല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ എളുപ്പത്തിലെത്താനും പാലപ്പുഴ പാലം പ്രയോജനമാകും. സമീപ പ്രദേശങ്ങളിലെ വികസനങ്ങൾക്കും പദ്ധതികൾക്കും പാലം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. കാലങ്ങളായി നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യമാണ് പാലപ്പുഴ പാലം. PMGS പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ബെന്നി ബെഹനാൻ MP ആണ് ഉന്നയിച്ചത്. ഇതിന്റെ ഭാഗമായാണ് PMGS എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KT സാജിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥ സാധ്യതാ പഠന സംഘം ചാലക്കുടിയാറിലൂടെ സഞ്ചരിച്ച് സ്ഥല പരിശോധനയും സാധ്യതാ പഠനവും നടത്തിയത്. ഉദ്ഘാടനം ചെയ്ത് 4.5 വർഷം കഴിഞ്ഞിട്ടും വഴിയോര കച്ചവട കേന്ദ്രം മുസ്രീസ് ബസാർ ഉപയോഗപ്രദമാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല. ടോയ്ലറ്റ്, ഗ്യാസ്, ക്രിമിറ്റോറിയം എന്നിവ ഉപയോഗശൂന്യമാക്കിയതുപോലെ ഇതും അതേ അവസ്ഥയിൽ എത്തുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. ഇത്തരം കാര്യങ്ങൾക്കായി ലക്ഷങ്ങളാണ് പാഴാക്കിയത്. സ്വകാര്യ ബസ് സ്റ്റാൻഡിന് പിന്നിൽ നിർമ്മിച്ച മുസ്രീസ് ബസാർ കേരളത്തിലെ ആദ്യത്തെ വഴിയോര കച്ചവട കേന്ദ്രം എന്ന നിലയിൽ കൊട്ടിഘോഷിച്ച് 2020 ഫെബ്രുവരി 15 ഉദ്ഘാടനം ചെയ്തത്. ഫാൻ, ലൈറ്റ് എന്നിവ സ്ഥാപിച്ചു. 3 നിരകളിലായി 24 പേർക്ക് കച്ചവടം നടത്താൻ സൗകര്യമൊരുക്കി. കച്ചവടക്കാർ വ്യാപാരം തുടങ്ങിയെങ്കിലും ജനങ്ങൾ എത്തുന്നില്ലെന്ന കാരണത്താൽ ഓരോരുത്തരായി കളമൊഴിഞ്ഞു. ദിവസേന 200 രൂപയുടെ ഇടപാട് പോലും നടക്കുന്നില്ലെന്നും പരാതിപ്പെട്ടാണ് പലരും വ്യാപാരം കയറ്റിപ്പൂട്ടിയത്. നഗരത്തിലെത്തുന്നവർക്ക് സാധനങ്ങൾ വാങ്ങാൻ മാത്രം സ്വകാര്യ ബസ് സ്റ്റാൻഡിന് പിന്നിലെ ബസാറിലേക്ക് പോകേണ്ട കാര്യമില്ലെന്ന വസ്തുത പരിഗണിക്കാതെ ബസാർ നിർമ്മിച്ചതാണ് പ്രശ്നമായത്. കച്ചവടക്കാർക്ക് കച്ചവടം കിട്ടാനുള്ള യാതൊരു സംവിധാനങ്ങളും നഗരസഭ ഒരുക്കിയതുമില്ല. മുസ്ലിസ് ബസാർ ഉള്ളിൽ വരുന്ന തരത്തിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡ് വിപുലീകരിക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും നടപ്പാക്കാനായില്ല. കച്ചവടം നടത്താൻ കൊണ്ടുവന്ന തട്ടുകൾ പൊടിപൊടിച്ചും തുരുമ്പ് കയറിയും നശിക്കുകയാണ്. ചില നേരത്ത് തെരുവ് നായ്ക്കളുടെ വിശ്രമ കേന്ദ്രമാണ് ഈ വ്യാപാര കേന്ദ്രം. മറ്റ് 2 സ്ഥലങ്ങളിൽ കൂടി വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി മുടങ്ങുകയും ചെയ്തു. നേറിക്കോട് തട്ടാമ്പടി റോഡിൽ നിർമ്മിച്ച കലുങ്ക് പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞ് താഴ്ന്നു. വാഹനയാത്രികർ അടിക്കടി നിയന്ത്രണം തെറ്റി അപകടത്തിൽപ്പെടുന്നു. മാസങ്ങൾക്ക് മുൻപ് പുനർനിർമ്മാണം നടത്തിയ ഇടനിലം കോട്ടുന്തറ കലുങ്ക് പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി വിരിച്ച ടൈലുകളാണ് താഴേക്ക് ഇടിഞ്ഞിരിക്കുന്നത്. ഇതോടെ ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർ കുഴിയിൽ ചാടി നിയന്ത്രണം തെറ്റി മറിയുന്ന അവസ്ഥയാണ്. ആലുവ പറവൂർ റോഡിലെ തട്ടാമ്പടി കവലയിൽ നിന്ന് ആലങ്ങാട് കൊങ്ങാർപ്പിള്ളി റോഡിലെ നേറിക്കോട് കവലയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനുള്ള പ്രധാന മാർഗമാണിത്. അതിനാൽ ഒട്ടേറെ വാഹനങ്ങളാണ് ഇതുവഴി ഇടതടവില്ലാതെ പോകുന്നത്. ലക്ഷങ്ങൾ മുടക്കിയാണ് കലുങ്ക് പാലവും അപ്രോച്ച് റോഡും പുനർനിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയാക്കി തൊട്ടടുത്ത മാസം ഒരു വശത്തെ ടൈൽ ഇടിഞ്ഞ് താഴ്ന്നിരുന്നു. നിലവിൽ വീണ്ടും ടൈൽ ഇടിഞ്ഞിരിക്കുകയാണ്. ടൈലുകൾ ഇടിഞ്ഞ് താഴേക്കിരിക്കാൻ തുടങ്ങിയതോടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. എത്രയും വേഗം ഇടിഞ്ഞ ഭാഗം കൃത്യമായി ഉറപ്പിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കലാമണ്ഡലം രാജ്യാന്തര സാംസ്കാരിക കലാപ്രദർശന കേന്ദ്രം ഫോർട്ട് കൊച്ചിയിലെ ഫോക്ലോർ തിയേറ്റർ സമുച്ചയത്തിൽ വന്നേക്കും. ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള കളക്ടർ ചെയർമാനായ ഫോർട്ട് കൊച്ചി ഹെറിറ്റേജ് സോൺ കൺസർവേഷൻ സൊസൈറ്റി മുൻപാകെ ഇതിനുള്ള അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് കലാമണ്ഡലം അധികൃതർ. കോവിഡ് കാലഘട്ടത്തിന് ശേഷം അടഞ്ഞുകിടന്നിരുന്ന ഫോക്ലോർ തിയേറ്റർ ഇപ്പോൾ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊച്ചി കപ്പൽശാല DTPCക്ക് നൽകിയ ഫണ്ട് ഉപയോഗിച്ചുള്ള നവീകരണ ജോലികൾ അവസാന ഘട്ടത്തിലാണ്. മുൻപ് സ്വകാര്യ സ്ഥാപനങ്ങൾ തിയേറ്റർ വാടകയ്ക്കെടുത്ത് പൈതൃക കലാ
കലാരൂപങ്ങൾ അവതരിപ്പിച്ചിരുന്നുവെങ്കിലും കലാമണ്ഡലത്തിന്റെ വരവ് വിദേശികളടക്കമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സഹായകരമാകുമെന്നും കരുതപ്പെടുന്നു. കലാമണ്ഡലത്തിന് അനുമതി ലഭിച്ചാൽ അടുത്ത അധ്യയന വർഷം മുതൽ പഠന കേന്ദ്രത്തിൽ പ്രവേശനവും കലാ അവതരണവും ഉണ്ടാകുമെന്നും കരുതുന്നു. ഏതാനും സ്വകാര്യ സ്ഥാപനങ്ങളും ഫോക്ലോർ തിയേറ്ററിനായി അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള കലാമണ്ഡലത്തിന് ശാഖ തുടങ്ങാൻ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാണ് കരുതപ്പെടുന്നത്. കഥകളി, മോഹിനിയാട്ടം തുടങ്ങിയ കേരളീയ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള സൗകര്യം മാത്രമാണ് മുൻപ് തിയേറ്ററിൽ ഉണ്ടായിരുന്നതെങ്കിലും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് സാധന സാമഗ്രികൾ സൂക്ഷിക്കുന്നതിനുള്ള ക്ലോക്ക് റൂം കൂടി നവീകരണത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.